ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ മൂവി എന്ന് പറയുന്നത് 2022 ഒരു അടിപൊളി ചൈനീസ് മൂവിയാണ് കേട്ടോ. അനാക്കോണ്ട മൂവിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതും ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു സ്നേക്ക് ഫാമിൽ നിന്ന് ലക്ഷക്കണക്കിന് പാമ്പുകൾ ഒരു ഏവിയേഷൻ സ്കൂളിലേക്ക് വരുന്നു. പിന്നെ ഈ പാമ്പുകളും സ്റ്റുഡൻസും തമ്മിലുള്ള അംഗമാണ് ഗെയ്സ് ഈ മൂവി. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മൂവിയിലേക്ക് കിടക്കാം. കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു സ്ഥലം. അവിടേക്ക് ഒരു ലക്ഷറി കാറിൽ ഒരു ലേഡി വന്നിറങ്ങുന്നുണ്ട്. അവരുടെ കൂടെ കുറച്ച് ഇൻവെസ്റ്റേഴ്സും ഉണ്ട് കേട്ടോ. അവർ വന്നത് ആ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലേക്കാണ്. സത്യത്തിൽ അതിന്റെ ഓണറാണ് കേട്ടോ ഈ ലേഡി. കൂടെയുള്ള ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആൾ പറയുന്നുണ്ട്, മാഡം കഴിഞ്ഞ തവണ തന്ന ഫുഡില്ലേ, അത് ഇവരുകൾക്ക് കൊടുത്തപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ 1 മീറ്ററാണ് നീളം വെച്ചത്. സത്യത്തിൽ നമ്മൾ പട്ടിയെയും പൂച്ചയും ഒക്കെ വളർത്തുന്ന പോലെ സ്നേഹം കൊണ്ട് വളർത്തുന്നതൊന്നും അല്ല കേട്ടോ ഇവയെ. ഇതിൻ്റെയൊക്കെ തൊലി ഉരിഞ്ഞെടുത്ത് മാർക്കറ്റിൽ കൊടുക്കുന്നതാണ് ഇവരുടെ ബിസിനസ്. പാമ്പിൻ്റെയൊക്കെ തൊലിക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ആണല്ലോ. അവളുടെ കൂടെ വന്നിരിക്കുന്നത് ഈ ഒരു ബിസിനസ്സിലേക്കുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് കേട്ടോ. ഇവരാണെങ്കിൽ ഈ പാമ്പുകൾക്കെല്ലാം ഒരു പ്രത്യേകതരം ഫുഡാണ് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ 2 വർഷം കൊണ്ട് അതിനുണ്ടാകുന്ന വളർച്ച വെറും 2 മാസം കൊണ്ട് അവർ എത്തിക്കും. അത്രയേറെ ഹോർമോൺസ് ഒക്കെ അവർ ആ പാമ്പുകളിൽ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഡബിൾ ആയിരിക്കും നിങ്ങളുടെ ലാഭം. ഇനി നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ വാ. എന്നിട്ട് അവൾ ആ ഹോർമോൺ കൊടുത്ത് വലുതാക്കിയ പാമ്പുകളെ സൂക്ഷിച്ചിരുന്ന റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഫുൾ കാലിയായിരുന്നു. അയ്യോ മാഡം, ഇന്നലെ കൂടി ഞാൻ നോക്കിയതാ, എല്ലാം ഓക്കെ ആയിരുന്നു. എന്റെ പാമ്പുകൾ എവിടെയെന്ന് പറഞ്ഞ് അയാളാണെങ്കിൽ അവിടെയൊക്കെ വട്ട് പിടിച്ച പോലെ നടക്കുവാണ്. പെട്ടെന്നാണ് ആ ലേഡി ഭീമാകാരനായ ആ പാമ്പിനെ അവിടെ കണ്ടത്. പെട്ടെന്ന് തന്റെ തലയിൽ എന്തോ ദ്രാവകം വീണു. അവൾ മുകളിലേക്ക് നോക്കിയതും എൻ്റെ പൊന്നോ, ഒരു അടാറ് ഭീമാകാരനായ പാമ്പ്. എനിക്ക് തോന്നുന്നത് നമ്മൾ കൊടുത്ത ഫുഡ് ഈ പാമ്പിൽ നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. തലയ്ക്ക് മീതെ അനാക്കോണ്ടേക്കാളും വലിയൊരു സാധനം വന്ന് നിന്നിട്ടും ആ ലേഡി ആണെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സിനോട്, നിങ്ങൾ ഇത് കണ്ടോ, ഈ ഒരു പാമ്പിനെ വെച്ച് തന്നെ നമുക്ക് എന്തുമാത്രം പണമുണ്ടാക്കാം. ഇത് പറഞ്ഞു തീർന്നതും ആ പാമ്പ് അവളെ ഒറ്റ വിഴുങ്ങൽ. പെട്ടെന്നാണ് മറ്റൊരു പാമ്പ് കൂട്ടത്തിലുള്ള ലേഡിയുടെ കയ്യിൽ കടിച്ചത്. പിന്നീട് അങ്ങോട്ട് പാമ്പുകളുടെ സംസ്ഥാന സമ്മേളനമായിരുന്നു. അവിടെ നിന്നും ഇവിടെ നിന്നും തുരുതുരാ പാമ്പ്. ആ ഭീമകാരനായ പാമ്പ് കൂട്ടത്തിലുള്ളവരെ വിഴുങ്ങുന്നുമുണ്ട്. അവിടുന്ന് ഒരുവിധം കഷ്ടിച്ച് ആ മാനേജർ പുള്ളി പുറത്തിറങ്ങി ഓടി. അയാളാണെങ്കിൽ ഒരു അന്തവും കുന്തവുമില്ലാതെ മരണവെപ്രാളത്തിൽ ഓടുവാണ്. ഓടി ഓടി അയാൾ ഒരു കുന്നിന്റെ മുകളിലെത്തി. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരു വലിയൊരു കോളേജ് കാണാം. പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് ചാടാൻ കാലെടുത്ത് വെച്ചതും തല ആ ഭീമാകാരനായ പാമ്പിന്റെ ഉള്ളിലായി. അങ്ങനെ അയാളുടെ കഥയും കഴിഞ്ഞു. ഇനി സ്കൂളിലേക്ക് വരാം. അതൊരു ഏവിയേഷൻ സ്കൂളാണ് കേട്ടോ. ഇന്നിവിടെ ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്ന ദിവസമാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ ആണെങ്കിൽ വിറളി പിടിച്ച പോലെ ഓടുവാണ്. കാരണം സ്റ്റേജ് ഡെക്കറേഷന്റെ പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അയാൾ അവിടെ ഇരുന്ന് ഒരു ബോക്സ് തുറന്നു നോക്കിയതും അതിൽ നിന്നൊരു പാമ്പ് അയാളെ കുത്താനായി വന്നു. പെട്ടെന്ന് കൂട്ടത്തിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്ന് ആ പാമ്പിനെ എടുത്തു മാറ്റി. ഇവനാണ് കേട്ടോ നമ്മുടെ നായകനായ ലൂയി. അവൻ ഈ സ്കൂളിലെ സെക്യൂരിറ്റിയാണ്. ദേഷ്യം വന്ന പ്രിൻസിപ്പൽ ആ പാമ്പിനെ അവന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി നിലത്തിട്ട് ചവിട്ടി കൊന്നു. പക്ഷെ ഇതൊന്നും ലൂയിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലൂയിന്റെ കൂടെയുള്ളത് അവന്റെ അങ്കിളാണ് കേട്ടോ. അയാൾക്കും ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതെ, ഞാനൊരു കാര്യം പറയാം. ഗ്രാജുവേഷൻ പരിപാടി നടക്കുന്നതിനിടയിൽ എങ്ങാനും ഒരു പാമ്പിനെ എങ്ങാനും ഞാൻ കണ്ടാൽ എല്ലാത്തിനെയും പണി ഞാൻ തെറിപ്പിക്കും. നീ പോയി എല്ലായിടത്തും ചെക്ക് ചെയ്യ്, വേറെ പാമ്പുകൾ എങ്ങാനും ഉണ്ടോ എന്ന്. ഇത് കേട്ട ലൂയി അവിടെ എങ്ങാനും പാമ്പിന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയ ഹോളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോയി. അവിടെ അതാ മതിലിൽ വലിയൊരു ഹോൾ. അത് പക്ഷേ പാമ്പിനുള്ളതല്ലായിരുന്നു കേട്ടോ. ഇത് ഗേൾസ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് അവളെ കാണാൻ വന്നതാണ്. അതുവഴി ചെന്ന് പെട്ടതോ ലൂയിന്റെ മുൻപിൽ. ഇവിടെ ഒരു പെൺകുട്ടി ബാത്റൂമിൽ നിന്ന് കുളിക്കുവാണ്. പെട്ടെന്ന് അവൾ തൂക്കിയിട്ടിരുന്ന ഹാങ്ങറിൽ നിന്ന് ടവൽ എടുത്തതും ഒരു പാമ്പ്. അവൾ ഒറ്റ വിളി. ഇത് കേട്ട ലൂയി അവനോട്, ഞാൻ അകത്ത് പോയി നോക്കിയിട്ട് തിരികെ വരുന്നത് വരെ മര്യാദയ്ക്ക് ഇവിടെ തന്നെ നിൽക്കണം. ഇതും പറഞ്ഞ ലൂയി ഒച്ചയിട്ട ഭാഗത്തേക്ക് ഓടി. ലൂയി ആ ബാത്റൂമിൽ നോക്കിയപ്പോൾ അതാ ഒരു പാമ്പ് ഇഴഞ്ഞു വരുന്നു. അവൻ അതിനെ ഉപദ്രവിക്കാതെ ഒരു ടവലിൽ പൊതിഞ്ഞെടുത്ത് പുറത്തേക്ക് വന്നു. അവിടെ നിർത്തിയിട്ട് പോയ ആ പയ്യനെ ലൂയി അവിടെ നിന്നും കണ്ടതുമില്ല. ഇവിടെ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുവാണ്. ഇവളാണ് നമ്മുടെ നായിക മെങ്ക. അവളും ഒരു ഏവിയേഷൻ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഇവിടെ പുറത്ത് സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെ ആ ഭീമകാരൻ പാമ്പുണ്ട്. അത് ആ ഫാം ഹൗസിലുള്ള എല്ലാവരെയും വിഴുങ്ങിയ ശേഷം അവിടെ കൊണ്ടിട്ടിരിക്കുവാണ്. മെങ്കയെ ഇഷ്ടമല്ലാത്ത കുറച്ച് തലതെറിച്ച കുട്ടികൾ ഉണ്ട് കേട്ടോ അവിടെ. അവരാണെങ്കിൽ മെങ്ക ഡ്രസ് ചേഞ്ചിങ് റൂമിലേക്ക് കയറിയതും പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തു. ഇതൊന്നും അറിയാതെ മെങ്ക തന്റെ കബ്ബോർഡ് തുറന്നതും അതാ അതിനുള്ളിലൊരു പാമ്പ്. അവൾ പേടിച്ച് പുറത്തേക്ക് ഓടാൻ നോക്കിയതും ഡോർ പുറത്തു നിന്ന് ആരോ ലോക്ക് ചെയ്തിരിക്കുന്നു. അവൾ അലറി കരഞ്ഞുകൊണ്ട് ഡോറിൽ തട്ടി. ഇവളുടെ ശബ്ദം കേട്ട് അതാ ഒന്നിനു പിറകെ ഒന്നായി കുറേ പാമ്പുകൾ. സൗണ്ട് കേട്ട് ലിയോ അവിടേക്ക് ചെന്നു. മെങ്കയ്ക്ക് ചുറ്റും പാമ്പുകൾ. ലിയോ തന്റെ കയ്യിലിരുന്ന മോപ്പ് വെച്ചിട്ട് ആ പാമ്പുകളെല്ലാം തട്ടി മാറ്റി. എന്നിട്ട് അവളെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഒറ്റ ഓട്ടം. എന്നിട്ട് ലിയോ അങ്കിളിനെ വിളിച്ചിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് വാ, ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുവാണ് എന്ന് പറഞ്ഞു. ഇവിടെ എക്സാം ഹാളിലും പാമ്പുകളാണ് കേട്ടോ. അവർ എക്സാം എഴുതുന്നതിന്റെ തിരക്കായതുകൊണ്ട് താഴെ കൂടെ ഇഴഞ്ഞു പോകുന്ന പാമ്പിനെ കണ്ടിരുന്നില്ല. മെങ്കയും അങ്കിളും ലിയോയും ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നു. പക്ഷേ അപ്പോ അവിടെ ഒരെണ്ണത്തിനെ പോലും കാണുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എവിടെയാ പാമ്പ്?
അത് അങ്കിൾ ഞാൻ കണ്ടതാണ്. അത് മാരക വിഷമുള്ളത് ഒന്നും രണ്ടുമല്ല, കുറെ ഉണ്ടായിരുന്നു. അതെ, അവൻ പറഞ്ഞത് സത്യമാണ്. അവയെ കണ്ടാൽ നോർമൽ പാമ്പായിട്ട് തോന്നില്ല. അവ അക്രമശീലരാണ്. എനിക്ക് തോന്നുന്നത് അവയെല്ലാം ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ്. വാ, നമുക്ക് പ്രിൻസിപ്പലിനെ ഇൻഫോം ചെയ്യാം. ശേഷം അവർ 3 പേരും പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് ഓടി. അയാളുടെ കൂടെ കുറച്ച് ഗസ്റ്റും ഉണ്ടായിരുന്നു. സർ, നമ്മുടെ സ്കൂളിൽ കുറച്ച് വിഷപ്പാമ്പുകൾ കയറിയിട്ടുണ്ട്. നമുക്ക് ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഇൻഫോം ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അയാളാണെങ്കിൽ ഈ ന്യൂസ് പുറത്തറിഞ്ഞാൽ സ്കൂളിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് എന്ത് പാമ്പ്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി. എന്നിട്ട് പ്രിൻസിപ്പൾ ആണെങ്കിൽ ആ ഗസ്റ്റുകളെയൊക്കെ കൊണ്ട് ഗ്രാജുവേഷൻ സെറമണി നടക്കുന്ന സ്ഥലമില്ലേ അങ്ങോട്ടേക്ക് വന്നു. അവരോടെല്ലാം സ്കൂളിനെ പറ്റി അങ്ങ് പുകഴ്ത്തി അടിക്കുവാണ്. പെട്ടെന്നാണ് ഒരു അനൗൺസ്മെന്റ്. ഈ സ്കൂളിൽ നിറയെ വിഷപ്പാമ്പുകളാണ്, അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ആ അനൗൺസ്മെന്റ് ചെയ്തത് ലിയോ ആയിരുന്നു. ഇത് കേട്ട് പ്രിൻസിപ്പലിന് ദേഷ്യം വന്നു. ഇവിടെ പാമ്പൊന്നുമില്ല. പെട്ടെന്ന് പിറകിലൊരു ശബ്ദം. തിരിഞ്ഞു നോക്കിയത് നമ്മുടെ ഭീമാകാരൻ പാമ്പ്. ഇതെല്ലാം CCTVയിൽ കൂടി ലിയോ കാണുന്നുണ്ട്. പിന്നെ സമയം ഒട്ടും കളയാതെ തന്നെ ആ പാമ്പ് പ്രിൻസിപ്പലിനെയും വിഴുങ്ങി. ഇത് കണ്ട എല്ലാവരും ചിതറി ഓടി. സ്വിമ്മിംഗ് പൂളിലും ക്ലാസ് റൂമിലും ഒക്കെ പാമ്പുകളെ കൊണ്ട് നിറഞ്ഞു. ആ ഭീമാകാരൻ പാമ്പ് കണ്ണിൽ കാണുന്ന എല്ലാവരെയും വിഴുങ്ങുവാണ്. സ്റ്റുഡൻസ് എല്ലാം ആ പാമ്പുകളെ പേടിച്ച് എങ്ങോട്ടെന്നില്ലാതെ ഓട്ടവും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മെങ്കയാണെങ്കിൽ ലിയോയുടെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിയിട്ട്, ഫ്രണ്ട്സ്, നമുക്ക് കുറെ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ളതല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ ഒരുമിച്ച് ധൈര്യത്തോടെ ഹാൻഡിൽ ചെയ്യണം. ഇത് കേട്ടതും അവരുടെ ഓട്ടമൊക്കെ നിർത്തി റെസ്ക്യൂ ചെയ്യാൻ ആരംഭിച്ചു. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന പോലെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് വന്നു. ലിയോയും മെങ്കായും പുറത്തേക്ക് ഓടി. എന്നാൽ ആ ഭീമകാരൻ പാമ്പാണെങ്കിൽ കൂട്ടത്തിലെ കുറെ പേരെയൊക്കെ വിഴുങ്ങുന്നുണ്ട്. മെങ്ക നോക്കിയപ്പോൾ തന്നെ നേരത്തെ റൂമിൽ പൂട്ടിയിട്ട കൂട്ടത്തിലെ കുട്ടി തറയിൽ കാല് വയ്യാതെ വീണു. മെങ്ക അവളെയും എടുത്തോടി. എല്ലാവരും സ്കൂൾ ബസിന്റെ ഉള്ളിൽ കയറുവാണ്. എന്നാൽ ലിയോ നോക്കിയപ്പോൾ മെങ്കയെ കാണുന്നില്ല. അവൻ അവളെ അവിടെയൊക്കെ നോക്കിയെങ്കിലും കണ്ടില്ല. പെട്ടെന്ന് അവന്റെ അങ്കിൾ വന്നിട്ട്, ലിയോ, നീ എന്ത് നോക്കി നിൽക്കുക, മര്യാദയ്ക്ക് വന്ന് ബസ്സിൽ കയറ്. ഇല്ല, മെങ്കയെ കാണുന്നില്ല, അവൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ലിയോ, ഇപ്പൊ നമുക്ക് അതൊന്നും ചിന്തിക്കാൻ പറ്റിയ ടൈമല്ല. നമ്മൾ വെറും സെക്യൂരിറ്റി ഗാർഡാണ്, അല്ലാതെ സൂപ്പർ ഹീറോസ് ഒന്നുമല്ല. പക്ഷേ ലിയോ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ മെങ്കയെ തിരക്കിപ്പോയി. അവൻ ആ സ്കൂളിന് ചുറ്റും ഓടി നടന്ന് മെങ്കയെ നോക്കുവാണ്. അതാ അവിടെ ഒരു ഹാളിൽ മെങ്കയും കുറച്ചു പേരും. അവൻ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. പക്ഷേ ഗ്ലാസ് ആയതുകൊണ്ട് ലിയോയ്ക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ആ ഭീമകാരൻ പാമ്പ് ലിയോയുടെ അടുത്തേക്ക് വരുവാണ്. ആ ഡോർ തുറന്ന് ലിയോയ്ക്ക് ഉള്ളിലേക്ക് കടക്കാനും പറ്റുന്നില്ല. അത് ആ പാമ്പ് ലിയോയുടെ തൊട്ടടുത്തെത്തി. അത് വായ തുറന്ന് അവനെ വിഴുങ്ങാൻ വന്നതും ലിയോ അവിടുന്ന് ഒറ്റ ഓട്ടം. പക്ഷെ ആ പാമ്പ് അവനെ വിടുന്ന ലക്ഷണമില്ല. അതും ലിയോയുടെ പിറകെ വച്ചുവിട്ടു. എന്നാൽ ഓടി ഓടി കാൽ തെറ്റി ലിയോ നിലത്ത് വീണു. അത് ആ പാമ്പ് അത് വിഴുങ്ങാൻ വാ തുറന്നതും പെട്ടെന്ന് ലിയോയുടെ അങ്കിൾ വന്ന് അവനെ വലിച്ചെടുത്തുകൊണ്ട് ഓടി. അങ്ങനെ തലനാരിഴയ്ക്ക് അവൻ രക്ഷപ്പെട്ടു. അവർ ഓടി തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി. എന്തായാലും അവിടെയും നിൽക്കുന്നത് അത്ര സേഫ് അല്ലെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും അതിന്റെ മുകളിലുള്ള റോപ്പിലൂടെ രക്ഷപ്പെടാൻ തീരുമാനിച്ചു. രണ്ടുപേരും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതുക്കെ ആ റോപ്പിൽ തൂങ്ങി അപ്പുറത്തേക്ക് പോകുവാണ്. താഴെ ആ പാമ്പ് കിടപ്പുണ്ട് കേട്ടോ. കഷ്ടകാലത്തിന് ആ റോപ്പിന് രണ്ടറ്റത്തുകൂടിയും മറ്റേ ചെറിയ വിഷപ്പാമ്പില്ലേ, അത് വരുവാണ്. രണ്ടുപേരും ആ റോപ്പിട്ട് നല്ലപോലെ കുലുക്കാൻ തുടങ്ങി. അതിന്റെ സ്പീഡിൽ ആ പാമ്പുകൾ വന്ന് താഴേക്ക് വീണു. ആ പാമ്പ് വീണത് താഴെ കിടക്കുന്ന ഭീമാകാരൻ പാമ്പ് അറിഞ്ഞില്ലെങ്കിലും റോപ്പ് കുലുക്കുന്നതിന്റെ ഇടയ്ക്ക് ലിയോന്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ചെന്ന് വീണത് ആ പാമ്പിന്റെ തലയിലായിരുന്നു. ആ പാമ്പാണെങ്കിൽ വായും തുറന്ന് മുകളിലേക്ക് വന്നു. പക്ഷെ റോപ്പ് അത്യാവശ്യം നല്ല ഉയരത്തിലായതുകൊണ്ട് അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പിന്നെയും അവർ അതിൽ തൂങ്ങി അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങി. പക്ഷേ കഷ്ടകാലത്തിന് ആ റോപ്പിന്റെ ഒരറ്റം പൊട്ടിപ്പോയി. എങ്കിലും രണ്ടുപേരും സേഫായി തന്നെ ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ വന്ന് വീണു. ലിയോയും അങ്കിളും മെങ്കയുടെ അടുത്തെത്തി. മെങ്കയാണെങ്കിൽ ലിയോയെ കണ്ടത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. നീ ഓക്കെ ആണോ? അതെ, ഞാൻ ഓക്കെ ആണ്. ലിയോ നോക്കിയപ്പോൾ മെങ്കയുടെ കൂടെയുള്ള കുട്ടികളെല്ലാം ആകെ വിഷമിച്ചിരിക്കുവാണ്. നിങ്ങൾ ആരും പേടിക്കേണ്ട, നമ്മൾ ഓൾറെഡി ഹെൽപ്പ് ലൈനെ വിളിച്ചിട്ടുണ്ട്. അവർ ഉടനെ തന്നെ ഇവിടെ എത്തും. ഇത് കേട്ട് അവർക്കെല്ലാം ആശ്വാസമായി. അങ്ങനെ രാത്രിയായി. എനിക്ക് തോന്നുന്നത് ആ വലിയ പാമ്പ് പോയി കാണുമെന്നാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പുറത്ത് തന്നെയുണ്ട്. നമ്മളെ ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് സേഫ്. ഇവിടെ മുകളിൽ ഒരു റൂമിൽ നേരത്തെ ലിയോ കണ്ടുപിടിച്ച ആ പയ്യനില്ലേ, അവനും ഗേൾഫ്രണ്ടും പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ ഒന്നും അറിയാതെ എൻജോയ് ചെയ്യുവാണ്. പെട്ടെന്നാണ് അവളുടെ ശരീരത്തിലൂടെ ഒരു പാമ്പ് ഇഴഞ്ഞു കയറിയത്. രണ്ടുപേരും അതിനെ എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. ചെന്ന് പെട്ടതോ ലിയോയുടെയും മെങ്കയുടെയും മുൻപിൽ. എന്നോട് ആര് പറഞ്ഞു ഇതിനുള്ളിൽ കയറാൻ? ഇത് കണ്ട മെങ്ക, ലിയോ, ഇത് നമുക്ക് വഴക്കുണ്ടാക്കാനുള്ള ടൈമല്ല. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി
നോക്കണം. ശേഷം 4 പേരും കൂടി തിരികെ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് വന്നു. ലിയോയും മെങ്കയും തന്റെ ബാഗിലുള്ള ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഓടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് എളുപ്പത്തിന് ഇതൊക്കെ ഇട്ടോ. ശേഷം റൂമിൽ നിന്ന് അവർ എടുത്ത പെർഫ്യൂം ബോട്ടിൽസ് ഒക്കെ കാലിയാക്കി അതിൽ ആൽക്കഹോൾ നിറച്ചു. ആ പാമ്പുകൾക്ക് ഇതിന്റെ സ്മെൽ ഇഷ്ടമല്ല, അവ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഇത് യൂസ് ചെയ്താൽ മതി. ഇതേ സമയം മറ്റേ സ്കൂളിൽ കയറിയ പയ്യനില്ലേ, അവൻ ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്താ ഇതുവരെ എത്താത്തത് എന്ന് ചോദിച്ചു. നമ്മൾ വരാൻ ഇനിയും 2 മണിക്കൂർ കൂടി എടുക്കും, ഇവിടെ വരുന്ന വഴിക്ക് മണ്ണിടിച്ചിലാണ്, നമ്മൾ വരുന്നത് വരെ നിങ്ങൾ ആരും പുറത്തിറങ്ങരുത്. 2 മണിക്കൂറോ? അത്രയും ടൈം ഒന്നും എനിക്ക് ഇതിനുള്ളിൽ ഇരിക്കാൻ പറ്റില്ല. ആ പയ്യനാണെങ്കിൽ കയ്യിലിരുന്ന കീ എടുത്തിട്ട്, എൻ്റെ കയ്യിൽ കാറുണ്ട്, ആരൊക്കെ വരുന്നുണ്ട് നമ്മുടെ കൂടെ രക്ഷപ്പെടാൻ, ഇവിടെ 2 മണിക്കൂറൊന്നും ഇരിക്കാൻ എനിക്ക് പറ്റില്ല. ഇത് കേട്ടതും കുറച്ചു പേർ അവന്റെ കൂടെ പോകാനൊരുങ്ങി. അതെ, നിങ്ങൾ ആരും പുറത്തു പോകരുത്, അത് ഡേഞ്ചറാണ്. ആര് കേൾക്കാൻ? ഇവർ പുറത്തേക്കിറങ്ങി ഓടിയതും അതാ മുൻപിൽ ഭീമൻ പാമ്പ്. പോയതിനേക്കാളും ഫോഴ്സിൽ അവർ തിരികെ ഓടി. പക്ഷെ കൂട്ടത്തിലെ ഒരു പെൺകൊച്ചിനെ അത് വിഴുങ്ങിയിരുന്നു. അവരെല്ലാവരും റൂമിൽ കയറിയെങ്കിലും ഡോർ ലോക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ പാമ്പ് ഉള്ളിൽ കയറുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർ കുറെ ഉള്ളിലേക്ക് ഓടി. കുറച്ചു ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ മെങ്ക കണ്ടത് കാലുവയ്യാത്ത അവൾ നേരത്തെ രക്ഷിച്ച പെൺകുട്ടിയില്ലേ, അതിനെ ആ പാമ്പ് വലിഞ്ഞു മുറുക്കുന്നതാണ്. എന്തായാലും അവളെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അകത്തേക്ക് ചെന്ന് അവർ കണ്ടത് പാമ്പ് കടിച്ച് മരിച്ചു കിടക്കുന്ന സ്റ്റുഡൻസും താഴെ നിറയെ പാമ്പുകളുമാണ്. അപ്പോഴേക്കും ആ ഭീമൻ പാമ്പ് അവിടെയും എത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, താഴെ കിടക്കുന്ന പാമ്പിനെ ഒന്നും വകവെക്കാതെ തൊട്ടടുത്തുള്ള ക്ലാസ് റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. അത് ഉള്ളിലേക്ക് വരാതെ ഇരിക്കാൻ ലിയോയും അങ്കിളും കൂടി ഡോർ ശക്തമായി തള്ളിപ്പിടിച്ചു. ബാക്കി എല്ലാവരും ചേർന്ന് അവിടെയുള്ള തുണികളെല്ലാം കൂട്ടിക്കെട്ടി വലിയൊരു റോപ്പ് പോലെയാക്കി ജനലിൽ കെട്ടി അതിലൂടെ താഴേക്ക് ഇറങ്ങുവാണ്. അവസാനം അങ്കിളും ഇറങ്ങി. എന്നാൽ അപ്പോഴേക്കും ആ പാമ്പ് ഡോർ പൊളിച്ച് അകത്തേക്ക് വന്നു. പക്ഷെ അത് പിടിക്കും മുൻപ് ലിയോ ആ ജനലിൽ കൂടി താഴേക്ക് ചാടി. പക്ഷെ അവനൊന്നും പറ്റിയില്ല കേട്ടോ. താഴെ നിന്നവരെല്ലാം കൂടി അവനെ പിടിച്ചിരുന്നു. ശേഷം അവരെല്ലാം കൂടി ഓടി മറ്റൊരു ക്ലാസ് റൂമിലേക്ക് കയറി. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. ആകെയുള്ള മാർഗം റെസ്ക്യൂ ടീം വരുന്നത് വരെ ഇവിടുന്ന് മാറി മറ്റെവിടെയെങ്കിലും സേഫ് ആയിട്ട് ഒളിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇത് കേട്ട മറ്റേ പയ്യൻ്റെ ആ ഗേൾ ഫ്രണ്ടിലെ അവൾ വന്നിട്ട്, നീ എന്ത് സ്റ്റുപ്പിഡിറ്റിയാണ് പറയുന്നത്, നീ വെറും ഒരു സെക്യൂരിറ്റിയാണ്, നീ പറയുമ്പോൾ നിൽക്കാനും ഓടാനും ഒന്നും എനിക്ക് പറ്റില്ല. ദേഷ്യം വന്ന ലിയോ അവളെ നന്നായിട്ട് ചീത്ത പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ വിൻഡോ ഗ്ലാസ് പൊട്ടിച്ച് പിന്നെയും ആ ഭീമൻ പാമ്പ് ഉള്ളിലേക്ക് വന്നു. അവരെല്ലാം അവിടെയുള്ള ഫ്രീസർ റൂമിലേക്ക് കയറി. തണുപ്പായതുകൊണ്ട് തന്നെ അതിന് മണം പിടിക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാം ശ്വാസം അടക്കി പിടിച്ച് അതിനുള്ളിലിരുന്നു. ആ പാമ്പ് പോയ ശേഷം അവർ പതുക്കെ പുറത്തു പോകാൻ ഇറങ്ങിയതും അതാ വരുന്നു തുരുതുരാ കുഞ്ഞൻ വിഷപ്പാമ്പുകൾ. ലിയോ അതിനുള്ളിലെ തണുപ്പ് കൂട്ടി വെച്ചു. അതുകൊണ്ട് തന്നെ ആ പാമ്പുകളെല്ലാം അവിടെ ചുരുണ്ടിക്കിടന്നു. തണുപ്പ് കൂടിയപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ മരവിച്ച് കിടക്കുന്ന ടൈമിൽ അവരെല്ലാവരും പതുക്കെ പുറത്തേക്ക് ഇറങ്ങുവാണ്. പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോൾ ലിയോ കണ്ടത് മെങ്കയുടെ ദേഹത്ത് മുഴുവൻ പാമ്പ്. ലിയോ വന്നിട്ട് അവളുടെ ദേഹത്ത് നിന്നും പതുക്കെ പാമ്പുകളെ എടുത്ത് മാറ്റി. പക്ഷെ അതിനിടയ്ക്ക് ഒരു പാമ്പ് ലിയോയുടെ കഴുത്തിൽ കടിച്ചിരുന്നു. അതിനെയൊക്കെ എടുത്തു കളഞ്ഞ് അവരെല്ലാവരും മറ്റൊരു സ്ഥലത്തേക്ക് ഓടിക്കേറി. മെങ്കയാണെങ്കിൽ ലിയോയുടെ കഴുത്തിൽ ഫസ്റ്റ് എയ്ഡൊക്കെ വെച്ചു കൊടുത്തു. ഇപ്പോൾ ലിയോ ഓക്കെ ആയി കേട്ടോ. തന്റെ ലൈഫ് സേവ് ചെയ്തതിൽ മെങ്കയോട് അവൻ താങ്ക്സ് പറഞ്ഞു. ഇതൊക്കെ കണ്ട് മറ്റേ കപ്പിൾസ് ഇല്ലേ, അവർ മെങ്കയും ലിയോയും കളിയാക്കുവാണ്. നിനക്ക് പറ്റിയ പേർ തന്നെയാ സെക്യൂരിറ്റി, നല്ല ജോഡി. ലിയോയുടെ അങ്കിൾ ടൈം നോക്കിയപ്പോൾ റെസ്ക്യൂ ടീം എത്തുമെന്ന് പറഞ്ഞ ടൈം കഴിഞ്ഞു. പക്ഷെ അവരെ കാണുന്നില്ല. അവർ പിന്നെയും റെസ്ക്യൂ ടീമിനെ വിളിച്ചെങ്കിലും മണ്ണിടിച്ചിൽ കാരണം 5 മണിക്കൂറെങ്കിലും എടുക്കുമെന്നവർ പറഞ്ഞു. പക്ഷെ 5 മണിക്കൂർ അതിനുള്ളിൽ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് മനസ്സിലാക്കി ലിയോ എല്ലാവരോടുമായി പറഞ്ഞു, ഇവിടുന്ന് കഷ്ടിച്ച് 500 മീറ്ററേ ഉള്ളൂ പാർക്കിംഗ് ലോട്ടിലേക്ക്. അവിടുന്ന് ഇവന്റെ കാറിൽ കയറിയാൽ നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിൽ കയറി സ്കൂളിന് പുറത്തേക്ക് കടക്കാം. പക്ഷേ ഇതിന് പുറത്ത് നിറയെ പാമ്പല്ലേ, പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ റിസ്ക് ആണ്. പിന്നെ എങ്ങനെ 500 മീറ്റർ പോകും? എങ്കിൽ നമുക്ക് പട്രോൾ കാർ എടുക്കാം. അത് ഈ ബിൽഡിങ്ങിന്റെ അടിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതെടുത്ത് കുറച്ചു പേരെ അതിലൂടെ ആ കാർ കിടക്കുന്ന സ്ഥലത്തെത്തിക്കാം. നിന്റെ കാർ ഏത് മോഡലാണ്? അത് 7 സീറ്റർ ആണ്. പക്ഷെ അതൊക്കെ അവൻ പരുങ്ങിയാണ് കേട്ടോ പറയുന്നത്. ശേഷം ലിയോയും അങ്കിളും അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പെട്രോൾ കാർ എടുക്കാൻ പോയി. ബാക്കിയുള്ളവർ അവിടെ നിന്ന് കുറച്ച് മെഡിസിൻസും പിന്നെ കയ്യിൽ കിട്ടിയ എല്ലാം എടുക്കുവാണ്. ഇതിനിടയ്ക്ക് മറ്റേ ആ പയ്യനില്ലേ, അവൻ അവിടെ ഇരുന്നൊരു സിറിഞ്ച് ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ ഇതെല്ലാം അവിടെ നിന്ന് മറ്റൊരു പെണ്ണ് കാണുന്നുണ്ടായിരുന്നു. അവൾ അവനെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, ഞാൻ ഇന്ന് പാർക്കിംഗ് ലോട്ടിൽ പോയിരുന്നു, അവിടെ നിന്റെ കാർ ഞാൻ കണ്ടിരുന്നു. അത് 7 സീറ്റർ പോയിട്ട് പകുതി പേർക്ക് പോലും ഇരിക്കാൻ പറ്റില്ല. ശേഷം അവളാണെങ്കിൽ ആ കാറിൽ എല്ലാവരെയും ഒഴിവാക്കി അവളെ കൊണ്ടുപോകാൻ അവനോട് സ്നേഹം കാണിച്ചു. പക്ഷെ ഇതും കണ്ടുകൊണ്ട് അവൻ്റെ ഗേൾഫ്രണ്ട് അവിടേക്ക് വന്നു. എന്നിട്ട് അവളുടെ കരണക്കുറ്റിക്ക് ഒറ്റയടി. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതാ തൊട്ടുപിറകിൽ വിൻഡോയുടെ അടുത്ത് ആ ഭീമാകാരൻ പാമ്പ്. ഇവളാണെങ്കിൽ അവളെ ഒറ്റ തള്ളിന് വിൻഡോയിൽ കൂടെ പുറത്തേക്ക് ഇട്ടു. ബാക്കി കാര്യം പറയണ്ടല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ഓടി പെട്രോൾ കാറിൽ കയറി.
പക്ഷേ ആ പാമ്പ് അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ലിയോ അവന്റെ കയ്യിലുള്ള ഗൺ വെച്ച് ഷൂട്ടൊക്കെ ചെയ്തെങ്കിലും അതൊക്കെ എവിടെ ഏൽക്കാൻ. കഷ്ടകാലത്തിന് അത് പകുതിക്ക് വെച്ച് നിന്നു. പാമ്പാണെങ്കിൽ തൊട്ടു പിന്നാലെയും. പിന്നെ ഒന്നും നോക്കിയില്ല. അവർ എല്ലാവരും അതിൽ നിന്നിറങ്ങി ഓടി. ഓടി ഓടി അവർ പാർക്കിങ്ങിന്റെ സ്ഥലത്തെത്തി. അവിടെ എത്തിയിട്ട് മറ്റേ പയ്യന്റെ കാറിൽ പോകാനായിരുന്നല്ലോ എല്ലാവരുടെയും പ്ലാൻ. കാർ കണ്ട് എല്ലാവരും ഞെട്ടി. കാരണം അതിൽ അത്രയും പേർക്ക് ഇരുന്ന് പോകാൻ പറ്റില്ലായിരുന്നു. ഇതാണോടാ നീ പറഞ്ഞത് 7 പേർക്ക് സുഖമായിട്ടിരിക്കാമെന്ന്? ഇവനാണെങ്കിൽ അവൻ നേരത്തെ ഒളിപ്പിച്ചു വെച്ചിരുന്ന സിറിഞ്ച് എടുത്ത് ലിയോയുടെ കാലിൽ ഒറ്റ കുത്ത്. എന്നിട്ട് അവനും ആ പഴയ ഗേൾ ഫ്രണ്ടും കൂടി ആ കാറിന്റെ അടുത്തേക്ക് ഓടി. കാറിന്റെ അടുത്ത് എത്തിയത് മുകളിൽ നിന്നൊരു ശബ്ദം. അത് ആ പാമ്പ് തലയ്ക്ക് മീതെ നിൽക്കുന്നു. അവനാണെങ്കിൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളെ പാമ്പിന്റെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തു. ഇത് കണ്ട ലിയോയും കൂട്ടനും തിരിഞ്ഞോടി. കാറിൽ കയറി രക്ഷപ്പെടാൻ നിന്ന അവനെയും അവസാനം അത് വിഴുങ്ങി. എന്നിട്ട് ആ പാമ്പ് ലിയോയുടെയും കൂട്ടരുടെയും പിറകെ വച്ചു വിട്ടു. കുറച്ച് ഓടിയപ്പോഴേക്കും ലിയോ താഴെ വീണു. അപ്പോഴേക്കും ആ പാമ്പ് അവരുടെ അടുത്തെത്തിയിരുന്നു. അവനെ വിഴുങ്ങാനായി വായ തുറന്നതും അതിന്റെ മേലെ ആരോ കുറെ പടക്കം പൊട്ടിക്കുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, ലിയോയുടെ അങ്കിളാണ്. കുറെ കഴിഞ്ഞപ്പോൾ ആ പടക്കം തീർന്നു. പക്ഷെ ആ പാമ്പിന് ഒരു കുലുക്കവുമില്ല കേട്ടോ. ഈ സമയം ലിയോയും കൂട്ടരും മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഒളിച്ചിരിക്കുവാണ്. പാമ്പാണെങ്കിൽ അങ്കിളിന്റെ പിറകെയും പോയി. ലിയോയ്ക്ക് ആണെങ്കിൽ അങ്കിളിനെ രക്ഷിക്കാൻ കഴിയാത്തതിൽ നല്ല സങ്കടമുണ്ട്. അവസാനം ലിയോയും കൂട്ടനും ഒരു തീരുമാനത്തിലെത്തി. നമുക്ക് മുൻപിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ റെസ്ക്യൂ ടീം വരുന്നത് വരെ നമ്മൾ ഇവിടെ ഒളിച്ചിരിക്കണം, അല്ലെങ്കിൽ അവസാനം വരെ ആ പാമ്പുമായി പോരാടണം. അവർ ധൈര്യത്തോടെ രണ്ടാമത്തെ തീരുമാനം ഏറ്റെടുത്തു. പോരാടുക. ശേഷം എല്ലാവരും അവിടെ ഗ്രാജുവേഷൻ ഡേക്ക് മാറ്റിവെച്ചിരുന്ന പടക്കങ്ങളും അങ്ങനെ കുറെ എക്യുപ്മെന്റ്സും എടുത്ത് കയ്യിൽ കരുതി. എന്നിട്ട് ആ സെറിമണി നടക്കുന്ന സ്റ്റേജിലേക്ക് വന്നു. എന്നിട്ട് ആ പാമ്പ് വരാനായി ലിയോ മുകളിലേക്ക് പടക്കം കത്തിച്ചു വിട്ടു. സൗണ്ട് കേട്ടതും അത് കറക്റ്റായിട്ട് എത്തി. ശേഷം എല്ലാവരും കൂടി അതിനെ ആക്രമിക്കാൻ തുടങ്ങി. ഒരുമാതിരി തൃശ്ശൂർ പൂരം പോലെ. പക്ഷെ ആ പാമ്പാണെങ്കിലോ അതിന്റെ വാലുകൊണ്ട് എല്ലാവരെയും തട്ടി ദൂരെ എറിഞ്ഞു. അവസാനം ലിയോ അവിടെ ഇരുന്ന പടക്കത്തിന്റെ ബോക്സ് എടുത്ത് അതിന്റെ വായിൽ ഒറ്റയേറി. അത് അതിന്റെ വായിലിരുന്ന് പൊട്ടുവാണ്. ഈ സമയം നോക്കി അവരെല്ലാം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പടക്കങ്ങളെല്ലാം അതിന്റെ നേരെ എറിഞ്ഞു. അവസാനം പോരാട്ടത്തിനൊടുവിൽ ആ പാമ്പ് നിലത്ത് വീണു. അതെ, അവസാനം അത് മരിച്ചു എന്നും പറഞ്ഞ് കൂട്ടത്തിലെ ഒരു പെണ്ണ് അതിന്റെ മുൻപിൽ വന്ന് ഷോ കാണിച്ചതും പൊടുന്നനെ അത് അവളെയും ഒറ്റ വിഴുങ്ങൽ. ഇത് കണ്ട് ലിയോയും കൂട്ടരും അവിടെ ഇരുന്ന ബാക്കി പടക്കങ്ങളും എടുത്ത് പാമ്പിന്റെ നേരെ പ്രയോഗിച്ചു. പക്ഷെ ആ പാമ്പിന്റെ വെപ്രാളത്തിനിടയിൽ അതിന്റെ വാലുകൊണ്ട് എല്ലാവരും പല സ്ഥലത്തായി തെറിച്ചു വീണു. മെങ്ക വീണതോ അതിന്റെ മുന്നിലും. അത് അവളെ പിടിക്കാനായി വന്നത് ലിയോ അവിടെ ഇരുന്ന ഒരു കമ്പി എടുത്ത് അതിന്റെ തലക്കെട്ട് തന്നെ ഒറ്റ കുത്തുകൊടുത്തു. പക്ഷെ എന്നിട്ടും അതിന് ഒരു കുലുക്കവുമില്ല. അത് നേരെ ലിയോയുടെ അടുത്തേക്ക് തിരിഞ്ഞു. ഇനി വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ലിയോ അടുത്ത വഴി നോക്കി. എന്താണെന്ന് വെച്ചാൽ അവർ അവിടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന പെട്രോൾ മുഴുവൻ ആ പാമ്പിന്റെ ദേഹത്തേക്ക് ഒഴിച്ചു. മെങ്ക, പെട്ടെന്ന് ലൈറ്റ് ഇട്. പക്ഷെ അവൾ അതിന് തയ്യാറായില്ല. കാരണം അവൾ ലൈറ്റ് ഓൺ ചെയ്താൽ കൂടെ ലിയോയും മരിക്കും. എല്ലാവരും മരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഒറ്റയ്ക്ക് ചാകുന്നതാണ്. നിന്നോട് ലൈറ്റ് ഇടാനല്ലേ പറഞ്ഞത്? പക്ഷെ അപ്പോഴും അവൾ ലൈറ്റ് ഓൺ ചെയ്തില്ല. അവസാനം ആ പാമ്പ് നമ്മുടെ ലിയോയിനെയും വായ്ക്കുള്ളിലാക്കി. അത് കണ്ട് അവൾ ഓടിച്ചെന്ന് പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്തതും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പടക്കങ്ങൾ മുഴുവനും പൊട്ടിത്തെറിച്ചു. അതോടുകൂടി ആ പാമ്പിന്റെ ദേഹം മുഴുവൻ തീ പിടിച്ച് കത്താൻ തുടങ്ങി. ഇത്തവണ ആ ഭീമൻ പാമ്പിന്റെ കഥ അവസാനിച്ചു. പക്ഷെ ലിയോയുടെ മരണം അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവന് ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അവനത് അതിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവനെ വിഴുങ്ങാനുള്ള ടൈം കൊടുക്കുന്നതിന് മുമ്പ് അവൾ ലൈറ്റ് ഓൺ ചെയ്തത് അവന്റെ ഭാഗ്യം. ലിയോയെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവനും ഹാപ്പിയായി. അപ്പോഴേക്കും അത് അങ്കിൾ അങ്ങോട്ടേക്ക് വരുന്നു. അങ്കിളിനെ കണ്ടതും ലിയോ അങ്കിളിനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അടുത്ത ദിവസം രാവിലെ തന്നെ റെസ്ക്യൂ ടീം അവിടെ എത്തി. ഇവിടെ മെങ്കയുടെ മാഡം വന്നിട്ട്, മെങ്ക, നിന്നെ ഞാൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫ്ലൈറ്റ് അറ്റൻഡറായി ക്വാളിഫൈഡ് ആക്കിയിരിക്കുവാണ്. ഇത് കേട്ട മെങ്കയ്ക്കും ലിയോയ്ക്കും ഒത്തിരി ഹാപ്പിയായി. പെട്ടെന്ന് അങ്കിൾ പിറകിൽ നിന്ന് ആ മാഡത്തിനെ വിളിച്ചു. അങ്കിളിനെ കണ്ടതും ആ മാഡം ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. ഞാൻ നിങ്ങളെ ഇനി ഒരിക്കലും കാണാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇവർ എപ്പോഴാ സെറ്റായത്? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും അവസാനം എല്ലാവരും ഹാപ്പി. ഓക്കെ ഫ്രണ്ട്സ്, മൂവി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.